ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പതിവില്ലാതെ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ പ്രൈസ് ആക്ഷൻ ജസ്റ്റ് എൻട്രീസ് ഉണ്ടോ എന്ന് വേണ്ടി മാത്രം നോക്കുകയാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാനങ്ങനെ ബാങ്ക് നിഫ്റ്റിയെ നോക്കാറില്ല. അപ്പം നമ്മുടെ എൻട്രീസ് ഇതിനകത്ത് ഉണ്ടോ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇന്ന് 31/10/2022 നമ്മുടെ എൻട്രീസ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ സ്ക്രീൻഷോട്ട് ജസ്റ്റ് എൻട്രി നോക്കിയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ആണെന്ന് തോന്നുന്നു പ്രൈസ് ആക്ഷൻ ഇത് ഞാൻ ചെയ്തിട്ടത്. ഇത് പറയാൻ കാരണം നമ്മളുടെ ഓൾറെഡി ലിക്വിഡിറ്റി എല്ലാം മേളിലേക്ക് ഗ്രാബ് ചെയ്ത് ഇവിടുന്ന് ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഈ ലോ എല്ലാം ഗ്രാബ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. അത് പിന്നീട് വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. ഇതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്, ഇതൊരു ഗ്യാപ്പാണ് സത്യം പറഞ്ഞാൽ. അത് നോ ഗ്യാപ്പ് ക്യാൻഡിൽ എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് ഈ ഗ്യാപ്പെല്ലാം അടച്ചേക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാം ഗ്യാപ്പാണ് ഇതൊക്കെ. അപ്പോൾ ഗ്യാപ്പ് നമുക്ക് എന്താണ്? ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. അപ്പം ഗ്യാപ്പ് നമ്മൾ മെയിൻ ഫെയർ വാല്യൂ ഗ്യാപ്പായിട്ട് തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തു, കറക്റ്റ് ഒരു 50% മെഡിക്കേറ്റ് ചെയ്തിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് താഴേക്ക് നമ്മളുടെ ലിക്വിഡിറ്റി എല്ലാം ഗ്രാബ് ചെയ്ത് ഇതൊരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് ആണെന്ന് തോന്നുന്നു. അതെ, അതൊരു 5 മിനിറ്റ് ഓർഡർ ബ്ലോക്കാണ്. ആ ഓർഡർ ബ്ലോക്ക് വെരിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഈ സംഭവം നടക്കുന്നത് നമ്മുടെ മിഡ് നൈറ്റിലാണ്, ന്യൂയോർക്ക് മിഡ് നൈറ്റിലാണ് ഈ സാധനം നടക്കുന്നത്. അപ്പം നാട്ടിലത് 9:30 സംതിങ് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മളുടെ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്യുന്ന സമയമായിട്ട് നമുക്കതിനെ കാണാം 00 ടൈം. അപ്പം താഴേക്ക് ബ്രേക്ക് ചെയ്തു. നമ്മുടെ FEG എൻട്രി ഇതാണ്. വീണ്ടും എൻട്രി ഉണ്ടായിരുന്നു, പിന്നീട് വീണ്ടും എൻട്രി ഉണ്ടായിരുന്നു, പിന്നീട് വീണ്ടും ഇവിടെ എല്ലാം OB എൻട്രീസ് ഉണ്ട് ഇഷ്ടം പോലെ. ലോവർ ടൈം ഫ്രെയിമിൽ അതിനേക്കാളും എൻട്രികൾ കാണാം. ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അങ്ങനെ ആഡ് ഓൺ എൻട്രികൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളുടെ അന്നത്തെ ദിവസത്തെ. ഇന്നത്തെ ദിവസത്തെ നമുക്ക് കാണാനാണെങ്കിൽ ഇവിടുത്തെ FEG മെഡിക്കേറ്റ് ചെയ്തു. ഈ ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തു, താഴേക്ക് വന്നു. നമ്മൾ ആ ബുള്ളിഷ് FEGയിൽ വീണ്ടും മെഡിക്കേറ്റ് ചെയ്തു. അതൊരു 15 മിനിറ്റ് FEG ആണ്. ഇവിടെ ഒരു FEG കാണാം. അപ്പം നമ്മൾ താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു FEG മെഡിക്കേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് തന്നു. ഓക്കെ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് തന്നു, വീണ്ടും അത് മെഡിക്കേറ്റ് ചെയ്ത് ഇതും ഗ്യാപ്പാണ്. ഓക്കെ, ഇതും ഗ്യാപ്പാണ്. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് എന്താണ്? ലിക്വിഡിറ്റിയാണ്. ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് നമുക്കൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബായിട്ട് കാണാം. ഓക്കെ, അപ്പം മേളിലേക്ക് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന് നിൽക്കുകയാണ് നമ്മുടെ FEG എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ഹാങ് ആയത്? ഓക്കെ, സംതിങ് ഹാപ്പൻഡ്. ഇതെന്താണ് സംഭവിച്ചത്? അപ്പം ഓക്കെ, ഇപ്പോൾ സെറ്റായി. അപ്പം ഇതാണ് നമ്മളുടെ FEG എന്ന് പറയുന്നത്. നമ്മൾ 5 മിനിറ്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ നൈസ് ഓപ്പർച്യൂണിറ്റീസ് കാണാം. അപ്പം 5 മിനിറ്റിൽ ഇത് നമ്മുടെ 9:30 ആണ് നമ്മളുടെ 00 ടൈം. അപ്പം മിഡ് നൈറ്റ് ഓപ്പൺ. അപ്പം താഴേക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റീസ് എല്ലാം ഗ്രാബ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് തന്നു, പക്ഷേ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് ഒന്നും തന്നിട്ടില്ല. പിന്നീട് വീണ്ടും റിട്രേസ് ചെയ്തു, വീണ്ടും ഒരു ഈക്വൽ ഹൈ പോലെ ഫോം ചെയ്തു. പക്ഷേ അത് ഹൈ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം ഹൈ എത്രയാണ് വരുന്നത്. 231.0.5 23175 ഇല്ല. അപ്പം ഇത് അവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് ഒന്നും നമുക്ക് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ലോ ടൈം ഫ്രെയിം 3 മിനിറ്റിൽ നോക്കാം. 3 മിനിറ്റിൽ എന്തെങ്കിലും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചേഴ്സ് തന്നിട്ടുണ്ടോ? ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നിട്ടുണ്ടല്ലേ 3 മിനിറ്റിൽ. 3 മിനിറ്റിലെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെ ഒരു എൻട്രി നോക്കാം. അന്നത്തെ ദിവസത്തെ എൻട്രി ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു കഴിഞ്ഞാൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരൊറ്റ ദിശയിലേക്കാണ് പോകുന്നതല്ല. എന്നും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല, അത് എല്ലാ ചാർട്ടുകളിലും അങ്ങനെയാണ്. അപ്പം നമ്മുടെ കൺഫർമേഷനിൽ നമുക്ക് എൻട്രീസ് ഇവിടെ തരുന്നുണ്ട്. വീണ്ടും ഇവിടെ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒന്നും തരുന്നില്ല, പിന്നീട് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും പോകുന്നുണ്ട്. ഈ സാധനം ഇവിടെയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് നമ്മളുടെ ആ സെറ്റപ്പ് ഇവിടെ സെറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ്, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല. ഇതും സെയിം അത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഫെയർ വാല്യൂ ഗ്യാപ്പ് മെഡിക്കേഷൻ, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കൺസോൾട്ടേഷൻ, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, വീണ്ടും ആ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് വീണ്ടും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തരുന്നു. ഇത് തന്നെ സംഭവം. ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, വീണ്ടും അത് മെഡിക്കേറ്റ് ചെയ്യുന്നു, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ. ഇത് കണ്ടിന്യൂസ് ബുള്ളിഷാണ്. നൈസ്. അപ്പം ഇതാണ് ഇവിടെയും നടക്കുന്നത് എന്ന് ജസ്റ്റ് നമ്മൾ കാണിച്ചു തന്നതാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല. നമ്മളുടെ എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയും കാണിക്കുന്നുണ്ട്.
നമ്മളുടെ ടൈം എന്ന് പറയുന്നത് 9:30 കഴിഞ്ഞിട്ടാണ് നമ്മളൊരു എൻട്രി നോക്കേണ്ടത്. അതാണ് മെയിനായിട്ട് എനിക്ക് കണ്ടത് കൂടുതലും. ഓക്കെ ഗൈസ്, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.